ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡി ബ്രോഗ്ലീസ് ഇക്വേഷനും ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ആണ്. ഡി ബ്രോഗ്ലി ഇക്വേഷൻ മാറ്ററിന്റെ ഡ്യുവൽ ബിഹേവിയർ ബേസ് ചെയ്തുള്ളതാണ്. അപ്പോൾ ആദ്യകാലത്ത് കരുതിയിരുന്നത് എല്ലാ മാറ്ററിനും ഒന്നുകിൽ പാർട്ടിക്കിൾ നേച്ചർ അല്ലെങ്കിൽ വേവ് നേച്ചർ ഉണ്ടാവും എന്നാണ്. പക്ഷെ പിന്നീടാണ് ഈ ഡി ബ്രോഗ്ലി റേഡിയേഷൻ മാറ്ററിനും എല്ലാം ഡ്യുവൽ ബിഹേവിയർ ഉണ്ടെന്ന് പ്രപ്പോസ് ചെയ്തത്. അതായത് ഇലക്ട്രോൺ അതുപോലുള്ള എല്ലാ പാർട്ടിക്കിൾസിനും വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസിന് മൊമെന്റോ ഉണ്ട്, അതുപോലെ തന്നെ വേവ് ലെങ്തും ഉണ്ട്. കാരണം പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉള്ളതുകൊണ്ട് അങ്ങനെ ഈ ഇലക്ട്രോണിന്റെ വേവ് ലെങ്തും മൊമെന്റോ ആയിട്ടുള്ള റിലേഷന് നൽകിയത് ഡി ബ്രോഗ്ലി ആണ്. ദാറ്റ് ഇസ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി, വേർ ലാംഡ ഈസ് വേവ് ലെങ്ത്, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, പി മൊമെന്റം ആണ്. മൊമെന്റം പി ഈസ് ഈക്വൽ ടു എം വി നമുക്ക് എഴുതാം, വേർ എം ഈസ് മാസ് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് വി ഈസ് വെലോസിറ്റി. ഈ ഇക്വേഷനെയാണ് നമ്മൾ ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പോലെ തന്നെ ഇലക്ട്രോൺ ബീമും ഡിഫ്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോണിന്റെ ഒരു എവിഡൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉണ്ടെന്ന് മനസ്സിലായി, പാർട്ടിക്കിൾ നേച്ചറിനോടൊപ്പം തന്നെ വേവ് നേച്ചർ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ബീമിന് ഡിഫ്രാക്ഷൻ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ഡിഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോൺ വേവ് നേച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ തന്നെ പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ തന്നെ ഇലക്ട്രോണിന്റെ ഈ ഒരു ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വേവ് നേച്ചർ ആണ്. ഓക്കെ, ഇനി ഈ ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. മാസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വെലോസിറ്റി കൊടുത്തിട്ടുണ്ട്, മാസും കൊടുത്തിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേവ് ലെങ്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. എം തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്. Therefore lambda is equal to 6.626 into ഇത് Planck's constant 6.626 into 10⁻³ divided by m into v. അങ്ങനെ നമുക്ക് 7.281 into 10⁻5 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഇതിലേതെങ്കിലും ഇപ്പോൾ ഇത് എന്താണ് Planck's constant ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. മാസ് വെലോസിറ്റി ഒക്കെ നമുക്ക് ലാംഡ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ഈ രീതിയിൽ നമുക്ക് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഡി ബ്രോഗ്ലി ഇക്വേഷന് അനുസരിച്ച് എല്ലാ മൂവിങ് ഒബ്ജക്റ്റുകൾക്കും വേവ് ക്യാരക്ടർ ഉണ്ട്. ഇപ്പോൾ ഓർഡിനറി ഒബ്ജക്റ്റുകൾ, അതായത് മാസ് കൂടിയ ഒബ്ജക്റ്റുകളുടെ വേവ് ക്യാരക്ടർ വളരെ കുറവാണ്. കാരണം അവയുടെ വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും. കാരണം മാസ് വളരെ കൂടുതലായതുകൊണ്ട് വേവ് ലെങ്ത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ട് അവയുടെ വേവ് ക്യാരക്ടർ അല്ലെങ്കിൽ വേവ് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി വേവ് ലെങ്സ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺസ് ആൻഡ് അതർ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ക്യാൻ ബി ഡിറ്റക്ട് എക്സ്പെരിമെന്റലി. ഇപ്പോൾ ഇലക്ട്രോണിന്റെ മറ്റ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ഒക്കെ വേവ് ലെങ്ത് നമുക്ക് എക്സ്പെരിമെന്റലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഈ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ വെച്ചിട്ട് ഹെയ്സൻബർഗ് പ്രപ്പോസ് ചെയ്തതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെന്റം ഓഫ് എ മൂവിംഗ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. ഇലക്ട്രോൺ പോലെയുള്ള ഒരു മൂവിംഗ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ എക്സാക്ട് പൊസിഷനും എക്സാക്ട് മൊമെന്റം അല്ലെങ്കിൽ വെലോസിറ്റിയും സൈമൾട്ടേനിയസ്ലി സെയിം ടൈമിൽ കണ്ടെത്താൻ പറ്റില്ലെന്നാണ് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് ഇത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. അല്ലെങ്കിൽ ഈ മൊമെന്റം പിക്ക് പകരം നമുക്ക് എം ഡെൽറ്റ വി എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4πm എന്ന് കൊടുക്കാം. ഇവിടെ ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും ഡെൽറ്റ പി അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം അല്ലെങ്കിൽ ഡെൽറ്റ വി അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിളുമാണ്. ഇനി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സിഗ്നിഫിക്കൻസ് ഓൺലി ഫോർ മോഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന് മാത്രമാണ് ഇത് ഈ ഒരു ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുകൾക്ക് ഇത് പോസിബിൾ അല്ല. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ വി കാനോട്ട് ഡിറ്റർമൈൻ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ. ദസ് ഇറ്റ് റൂൾസ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാർട്സ് ഓർ ഓർബിറ്റ്സ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ മോഡൽ, അതായത് ആദ്യം തോംസൺസ് മോഡൽ വന്നു, പിന്നെ റുദർഫോർഡ്സ് ആറ്റം മോഡൽ വന്നു, അവസാനം ബോറിന്റെ ആറ്റം മോഡലാണ് വന്നത്. ബോർ ആറ്റം മോഡൽ ആയിരുന്നു പിന്നീട് അക്സെപ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബോർ ആറ്റം മോഡലില് ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ പാത്ത് ഉണ്ടെന്ന് നമ്മൾ ബോർ പോസ്റ്റുലേറ്റ് ചെയ്തത്. പക്ഷേ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് ശേഷമാണ് മനസ്സിലായത് ഇലക്ട്രോണിന് ഒരു പർട്ടിക്കുലർ പാത്ത്, ഡെഫിനിറ്റ് പാത്ത് അല്ലെങ്കിൽ ഓർബിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള സ്ഥലം, അതായത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറ്റ് ഗിവൺ പോയിന്റ് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം ഇലക്ട്രോൺ പോലുള്ള മൂവിംഗ് മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുകളുടെ വെലോസിറ്റിയും മൊമെന്റും ഒരേ സമയം കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ
ഇലക്ട്രോൺസിന് പർട്ടിക്കുലർ എന്താണ് ഒരു ഒബ്ജക്റ്റ് ഒരു എന്താണ് കറക്റ്റ് ആയിട്ടൊരു ഡെഫിനിറ്റ് പാത്ത് അല്ലെങ്കിൽ ഓർബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ കറക്റ്റ് അല്ലെന്ന് തെളിഞ്ഞു. ഇനി ബോർ മോഡലിന്റെ ഫെയിലിയർ. ഇപ്പൊ ബോർ മോഡൽ ഫെയിലിയർ വന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് ശേഷമാണ് ബോർ മോഡൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലെന്ന് മനസ്സിലായത്. ബോർ മോഡലിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഒരു വെൽ ഡിഫൈൻഡ് സർക്കുലർ ഓർബിറ്റ്സ് എബൌട്ട് ന്യൂക്ലിയസ് ആണ്. പക്ഷെ അത് കറക്റ്റ് അല്ല. വേവ് ക്യാരക്ടർ ഓഫ് ഇലക്ട്രോൺ ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ ബോർ മോഡൽ. ഇപ്പോൾ ബോർ മോഡലിലൊക്കെ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോൺ മാത്രമാണ് ആ സമയത്ത് എന്താണ് കണ്ടെത്തിയിരുന്നത്. പിന്നെയാണ് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ കൂടി വന്നപ്പോൾ വേവ് നേച്ചർ നമ്മുടെ ബോർ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി an orbit is clearly defined path and this path can completely be defined only if both position and velocity of electron are known exactly at same time. ഒരേ സമയത്ത് വെലോസിറ്റി പൊസിഷൻ ഓഫ് ഇലക്ട്രോണും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഓർബിറ്റ് വെൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ പോലെ ഇലക്ട്രോൺ പോലുള്ള വസ്തുക്കളുടെ അങ്ങനെ കണ്ടെത്താൻ പറ്റില്ലെന്ന് പ്രൂവ്ഡ് ആയി. This is not possible according to Heisenberg's uncertainty principle. Therefore, Bohr model of hydrogen atom not only ignores dual behavior of matter but also contradicts Heisenberg's uncertainty principle. അപ്പോൾ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോണും നമ്മുടെ ബോർ മോഡലിൽ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനും എതിരായിരുന്നു. അപ്പോൾ ബോർ മോഡലിലും കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡി ബ്രോഗ്ലി ഇക്വേഷനുമാണ് നമ്മൾ പഠിച്ചത്. രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചേക്കുക കേട്ടോ.